പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിലേക്ക് ഒരു ക്ഷേത്ര വിവരണവുമായി എത്തുകയാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ രവി നായർ ജി ചോറ്റാനിക്കര. ഈ വിവരണം നമ്മളിലേക്ക് എത്തിക്കുവാനായി ഞാൻ സ്നേഹപൂർവ്വം ആദരവോടെ രവിയേട്ടനെ കർണാമൃതം ചാനലിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ വിവരണം കേൾക്കുവാനായി എൻ്റെ എല്ലാ പ്രിയ സജ്ജനങ്ങളെയും ഈ വേദിയിലേക്ക് ഞാൻ സുസ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ചെറു വിവരണം നിങ്ങളിലേക്ക് എത്തിക്കുന്ന രവിയേട്ടൻ്റെ ഈ ചെറു വിവരണം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയമിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ നമുക്ക് മനസ്സാകുന്ന ആ തോണിയിലേറി വാരണാസി വരെ പോയി വരാം. ആ കാശി വിശ്വനാഥൻ്റെ സന്നിധിയിലേക്ക് മനസ്സുകൊണ്ട് ഒരു യാത്ര പോകാൻ എല്ലാവരെയും കർണാമൃതത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പോകാം, നമുക്ക് വാരണാസിയിലേക്ക് കണ്ടുവരാം കാശി വിശ്വനാഥനെ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഞാൻ കണ്ട വാരണാസി. ഭാരതത്തിലെ ഏറ്റവും പ്രധാന ശിവക്ഷേത്രമായ കാശി വിശ്വനാഥ ക്ഷേത്രം വരുണ, അസ്സി എന്നീ രണ്ട് നദികളുടെ ഇടയിലുള്ള സ്ഥലമായതിനാലാണ് കാശിക്ക് വാരണാസി എന്ന പേരുണ്ടായത്. കാശി നഗരത്തിലേക്ക് പ്രവേശിക്കുവാൻ 7 പ്രവേശന കവാടങ്ങളാണുള്ളത്. ഓരോ കവാടവും കടന്ന് മഹാശിവസന്നിധിയിലെത്തുന്ന ഏതൊരാളുടെയും സർവ്വപാപങ്ങളും ഒഴുകിപ്പോകുമെന്ന് വിശ്വസിക്കുന്ന കാശി, കാലത്തിൻ്റെയും സമയത്തിൻ്റെയും ഈശ്വരനായ മഹാശിവന്റെ പ്രചണ്ഡ രൂപമായ, ശരീരത്തിൽ സർപ്പങ്ങളും കപാലമാലയും ധരിച്ച സംഹാരരുദ്രനായ കാലഭൈരവനാണ് കാശിയുടെ കാവൽ ദൈവം. സതീദേവിയുടെ ചിതറിത്തെറിച്ച ശരീരപിണ്ഡങ്ങളുടെ രൂപത്തിൽ ആദിപരാശക്തി കുടികൊള്ളുന്ന ശക്തിപീഠ ക്ഷേത്രങ്ങളുടെ സംരക്ഷണമൂർത്തിയും കാലഭൈരവൻ തന്നെയാണ്. ദശാശ്വമേധ ഘട്ടാണ് വാരണാസിയിലെ ഏറ്റവും പ്രധാന സ്നാനഘട്ടം. നിത്യവും പ്രസിദ്ധമായ ഗംഗ ആരതി നടക്കുന്ന സ്ഥലം. ഗംഗയുടെ പെരുമാറിൽ ഹരിദ്വാർ മുതൽ പല സ്ഥലങ്ങളിലും ആരതി നടക്കാറുണ്ട്. എങ്കിലും ദശാശ്വമേധഘട്ടിലെ ഗംഗ ആരതിക്ക് അഴകേറെയാണ്. പൂക്കളും ദീപങ്ങളും ചിരാതുകളുമായി ആയിരങ്ങൾ എത്തുമ്പോൾ, കത്തിച്ചു പിടിച്ച തട്ടുവിളക്കും ശംഖധ്വനിയുമായി പണ്ഡിത്തുകൾ നൃത്തച്ചുവടുകൾ ആരംഭിക്കുമ്പോൾ, അന്തരീക്ഷമാകെ താളാത്മകവും ചലനാത്മകവുമായി കോരിത്തെരിപ്പിക്കുന്ന ശിവമന്ത്രങ്ങളാൽ മുഖരിതമാകുന്നു. ഗംഗയുടെ ഓളപ്പരപ്പിലൂടെ ഒഴുകി വരുന്ന ചിരാതുകൾ വെള്ളത്തിലിറക്കി വിട്ട മിന്നാമിനുങ്ങളെ പോലെ ഒഴുകി നടക്കുന്നത് നമുക്ക് കാണാം. ദശാശ്വമേധ ഘട്ടിൽ നിന്നും ഏകദേശം 200 മീറ്റർ മാത്രം അകലെയായി അതാ മണികർണിക ഘട്ട്. വാരണാസിയിലെ ഏറ്റവും പ്രാധാന്യമേറിയ സ്ഥലവും ഇത് തന്നെയാണ്. വാരണാസിയിലെ ശ്മശാനഘട്ട്. ഏതൊരു ഹിന്ദുവും അവൻ്റെ ജീവിതയാത്രയിൽ മോക്ഷഭൂമിയായി കണക്കാക്കുന്ന മണികർണിക. ആയിരക്കണക്കിന് ശവശരീരങ്ങൾ നിത്യേന കത്തിയെരിയുന്ന മണികർണിക. ഭാരതത്തിലെ ഏറ്റവും പുണ്യഭൂമിയായി കരുതുന്ന ശ്മശാനം. കാശിയിലെ മരണം മോക്ഷമെന്നാണല്ലോ. കാലന്റെ കാലനായ കാലഭൈരവൻ കാശിയിൽ വെച്ച് മരിക്കുന്നവർക്ക് മോക്ഷം കൊടുക്കുന്നു എന്നാണ് വിശ്വാസം. രാമനാമ സത്യഹേ 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 രാമനാമ സത്യഹേ. അതാ എൻ്റെ മുന്നിൽ കൂടി പട്ടിൽ പൊതിഞ്ഞതും വെള്ളത്തുണിയിൽ പൊതിഞ്ഞതുമായ ശവശരീരങ്ങൾ വഹിച്ച മഞ്ചലുകൾ നിരനിരയായി കടന്നു പോകുന്നു. എവിടെയും ശവം കത്തുന്ന ഗന്ധം. ഒരേ സമയം 100 കണക്കിന് ചിതകൾ കത്തിയമരുന്നു. ആ ചിതാഗ്നിയുടെ വെളിച്ചത്തിൽ മരിച്ച ആത്മാക്കൾ വലയം ചെയ്ത കുറേ മനുഷ്യർ. അവരാണ് ആ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത്.
ഒരു ചിത കത്തുമ്പോൾ അവിടെ അടുത്ത ചിത ഒരുങ്ങുന്നു. നിരവധി ശവങ്ങൾ അടുത്ത ഊഴവും കാത്തു കിടക്കുന്നു. അവിടെ വലിപ്പച്ചെറുപ്പമില്ല, എല്ലാം ശവം മാത്രം. ഈ ലോകത്ത് ശാശ്വതമായതും സത്യമായതും ഒന്നേയുള്ളൂ, അത് മരണം മാത്രമാണ്. എന്തർത്ഥമാണ് ജീവിതത്തിന്? ജീവിതത്തിൻ്റെ അർത്ഥം ചികഞ്ഞു നോക്കാൻ പറ്റിയ സ്ഥലം ശ്മശാനം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. വെട്ടിപ്പിടിച്ചതും വാരിക്കൂട്ടിയതും ഒന്നും വേണ്ടാത്ത, എല്ലാവർക്കും തുല്യതയുള്ള സ്ഥലം. പണ്ഡിതനുമില്ല, പാമരനുമില്ല, പണക്കാരനുമില്ല, പാവപ്പെട്ടവനുമില്ല. അവിടെയുള്ളത് വെറും ശവങ്ങൾ മാത്രം. മണികർണിക കട്ടിൽ ഗംഗാനദിക്ക് മറ്റൊരു ഭാവമാണ്. നൂറ്റാണ്ടുകൾക്കപ്പുറം ഹിമാലയത്തിൽ വീണുറഞ്ഞ മഞ്ഞുകണങ്ങൾ പാറ പോലെ ഉറച്ച് ഹിമാനിയായി, പിന്നെ അതിൽ നിന്നും ഇറ്റു വീഴുന്ന ജലത്തുള്ളികളായി. അത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ജലത്തുള്ളികൾ കൂടിച്ചേർന്ന് ഒരു നീർച്ചാലായി, അനേകം ചാലുകൾ കൂടിച്ചേർന്ന് തോടായി, പിന്നീട് അരുവിയായി, പിന്നെ അത് ഗോമുഖിൽ നിന്നും ഭഗീരഥിയായി പല അരുവികളെയും കൂട്ടിച്ചേർത്ത് കുട്ടിക്കൂട്ടങ്ങളെ ചേർത്ത് പിടിച്ചോടുന്ന ഒരു വികൃതി പെണ്ണിനെ പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കുതിച്ചു പാഞ്ഞ് ദേവപ്രയാഗിൽ വെച്ച് അളകനന്ദ എന്ന പ്രിയ കൂട്ടുകാരിയെ കൂടി കെട്ടിപ്പുണർന്ന് യൗവനയുക്തയായി ഋഷികേശിലൂടെ കർമ്മമണ്ഡലമായ ഹരിദ്വാറിലെത്തുമ്പോൾ ഗംഗ എല്ലാ അർത്ഥത്തിലും ദേവിയായി മാറുന്നു. ശാന്തതയുടെ, ഐശ്വര്യത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ കിരീടധാരിണിയായ ഗംഗാദേവി. ഹരിദ്വാറിന് ശേഷം ഒരു അമ്മയുടെ വാത്സല്യം പോലെ പാൽ ചുരത്തി ഭാരതത്തിൻ്റെ ഹൃദയഭൂമിയായ വാരണാസിയിലെത്തുമ്പോൾ ഗംഗ അമ്മയാണ്. മനുഷ്യൻ്റെ തെറ്റുകളെയും കുറ്റങ്ങളെയും ആവലാതികളെയും അടങ്ങാത്ത ആവേശത്തിൻ്റെയും തിരിയണച്ച് അമ്മ മാറോട് ചേർത്ത് പിടിക്കുന്നു. ഒന്ന് മുങ്ങി നിവരുമ്പോൾ സകല പാപങ്ങളും കഴുകിത്തുളച്ച് നെറുകയിൽ വാത്സല്യത്തിൻ്റെ ഒരു മുത്തമിടുന്ന മുത്തശ്ശിയായി ഗംഗാമയ്യ. നമ്മുടെ സകല പാപങ്ങളെയും കഴുകിക്കളഞ്ഞ പാപനാശിനിയായി, മോക്ഷദായിനിയായി ഗംഗാമയ്യ പോവുകയാണ്. അങ്ങ് ദൂരെ ബംഗാൾ ഉൾക്കടലിൽ അവസാനിപ്പിക്കുന്ന ഗംഗാമയ്യയുടെ യാത്ര. കണ്ണിൽ നിന്നും ഇറ്റുവീണ ജലത്തുള്ളികൾക്ക് മഞ്ഞിൻ്റെ തണുപ്പ്. ശരീരവും മനസ്സും തണുത്തതുകൊണ്ടാവാം. സത്യസന്ധതയുടെ പര്യായമായ രാജാ ഹരിചന്ദ്രൻ അവസാനകാലം കഴിച്ചുകൂട്ടിയ ശ്മശാന തീരമായ ഹരിചന്ദ്രഘട്ട്. തുളസി രാമായണം എന്ന രാമചരിത മാനസം കവി തുളസീദാസ് താമസിച്ചിരുന്ന തുളസിഘട്ട്. ശ്രീരാമൻ തൻ്റെ ഭക്തവത്സലനായ ഹനുമാൻ സ്വാമിക്ക് തൻ്റെ വാത്സല്യമറിയിക്കാൻ പണിത ഹനുമാൻ ക്ഷേത്രമുള്ള ഹനുമാൻ ഘട്ട്. അങ്ങനെ ഒടുവിൽ ഞാൻ റാണാമഹൽ ഘട്ടിലെത്തി. വീണ്ടും ഘട്ടുകളുടെ ഘോഷയാത്ര, നീണ്ട നിര തന്നെയുണ്ട്. അടുത്ത് കണ്ട കൽപ്പടവിൽ കുറച്ചു നേരം ഗംഗാമയ്യയെ നോക്കി ഞാനിരുന്നു. നേരം ഇരട്ടിത്തുടങ്ങി. മണികർണികയിൽ കാലഭൈരവന്റെ കടാക്ഷത്തിൽ മോക്ഷപ്രാപ്തിക്കായി അലയുന്ന ആത്മാക്കളെക്കുറിച്ചായിരുന്നു ഞാൻ ചിന്തിച്ചത്. ഒരാളുടെ മരണമെന്നത് അയാളിൽ അന്നുവരെ ഉണ്ടായിരുന്ന ആത്മാവിൻ്റെ വിടുതലല്ലേ? അപ്പോൾ എൻ്റെ ഉപബോധ മനസ്സ് ചോദിക്കുന്നു, ആത്മാവാണോ പ്രേതം? പഞ്ചഭൂതാത്മകമല്ലേ ശരീരം? അതെ, പൃഥ്വി, ജലം, ആകാശം, വായു, അഗ്നി ഇവയാണല്ലോ പഞ്ചഭൂതങ്ങൾ. പൃഥ്വിയും ജലം കൊണ്ട് ശരീരവും, വായു കൊണ്ട് ശ്വാസഗതിയും പ്രാണനും, അഗ്നി കൊണ്ട് ദഹനക്രിയയും സൃഷ്ടിച്ചു എന്നാണല്ലോ. അപ്പോൾ ആകാശം എവിടെ പോയി? ആകാശം എന്നത് ഓരോ വ്യക്തിയിലുമുള്ള അദൃശ്യ പ്രഭാവലയമാണെന്ന് വായിച്ചിട്ടുള്ളത് എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ ബാക്കി നാലിനൊപ്പം നശിക്കാത്തത് ആകാശമാണ്. ഇരുട്ടിന് കനം വച്ചു. കുറച്ചു നേരം കണ്ണുകൾ അടച്ച് ഞാനിരുന്നു. വല്ലാത്തൊരു ശാന്തത. വീണ്ടും അമ്മയുടെ കരങ്ങളിലേക്ക് ഒന്നുകൂടി ഇറങ്ങിച്ചെന്ന് സർവ്വപാപക്കറകളും കഴുകിക്കളഞ്ഞ് മുങ്ങി നിവർന്നപ്പോൾ ഒഴുകിയിറങ്ങിയ ജലത്തോടൊപ്പം ഭാരമുള്ളതെല്ലാം ഒഴുകിയിറങ്ങുന്നത് ഞാൻ അറിഞ്ഞു. അമ്മയുടെ സ്നേഹത്തിൻ്റെ തലോടലേറ്റുവാങ്ങി ശൂന്യമായ മനസ്സുമായി തിരിഞ്ഞു നോക്കാതെ കാശിയുടെ പെരുമാറിലൂടെ ഞാൻ നടന്നു. ഓ
ശിവായ. ഓം